ആറന്മുള വിമാനത്താവളത്തിനായി നികത്തിയ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്യൽ ഈ ആഴ്ച തന്നെ പുനരാരംഭിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ. അതിർത്തി സംബന്ധിച്ച് മുൻ ഭൂവുടമ എബ്രഹാം കലമണ്ണിൽ മുന്നോട്ട് വെച്ച സംശയങ്ങൾ പരിഹരിക്കും. ഇനി എത്ര ലോഡ് മണ്ണ് നീക്കാനുണ്ടെന്ന് റിപ്പോർട്ട് നൽകാൻ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ആറന്മുള വിമാനത്താവളത്തിന്റെ റൺവേക്കായി നികത്തിയ ചാലും തോടും പുനഃസ്ഥാപിക്കുന്ന ജോലി കഴിഞ്ഞ 14-ാം തീയതിയാണ് മുടങ്ങിയത്. ചാലിന്റെയും തോടിന്റെയും സമീപ പ്രദേശത്തിന്റെയും അതിർത്തി സംബന്ധിച്ച സംശയം ഉന്നയിച്ചാണ് മുൻ ഭൂ ഉടമ കൂടിയായ എബ്രഹാം കലമണ്ണിൽ മണ്ണ് നീക്കുന്നത് നിർത്തിവെച്ചത്. ഇക്കാര്യത്തിൽ പരിഹാരം കാണാൻ ജില്ലാ സർവേ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായും മണ്ണ് നീക്കം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുനരാരംഭിക്കുമെന്നും പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ പറഞ്ഞു. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് അതിർത്തി നിർണയിച്ച കല്ലുകൾ ഒന്നുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ശ്രീ എബ്രഹാം കലമണ്ണിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജില്ലാ സർവേ സൂപ്രണ്ടിനോട് അത് പറയുകയും ജില്ലാ സർവേ സൂപ്രണ്ട് ഈ ആഴ്ച തന്നെ പണ്ട് സർവേ കല്ലിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് അതൊന്നുകൂടെ വെരിഫൈ ചെയ്ത് അത് ആ സ്ഥലത്ത് തന്നെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അത് സർവേ സൂപ്രണ്ട് ഈ ആഴ്ച അത് പൂർത്തീകരിക്കുന്നതാണ്. ഇതുവരെ 2019 ലോഡ് മണ്ണാണ് ഇവിടെ നിന്നും നീക്കിയത്. ചാലും തോടും പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇനി എത്ര ലോഡ് മണ്ണ് നീക്കേണ്ടി വരുമെന്ന് റിപ്പോർട്ട് നൽകാൻ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ജൂൺ 29-ന് മണ്ണ് നീക്കാൻ തുടങ്ങിയ ശേഷം ഇത് 3-ാം തവണയാണ് മണ്ണെടുപ്പ് മുടങ്ങുന്നത്. കോടതി വിധിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എബ്രഹാം കലമണ്ണിന്റേതെന്ന് വിമാനത്താവള വിരുദ്ധ സമിതി പ്രവർത്തകർ ആരോപിക്കുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട.